അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ 3-meter long bar circular in cross section has having uniform diameter of 20 mm for a length of 1.5 meter. In the next 0.5 meter its diameter gradually increases to d millimeter. For the remaining 1 meter the diameter d remains the same when 200 kilonewton is applied at the end of the bar. Extension is 7.26. Find diameter d, Young's modulus 200 gigapascal തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഡയഗ്രാം. അപ്പം ഈ ഡയഗ്രത്തിൽ കണ്ട 200 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ ഡയമീറ്റർ 200 mm ആണ്, ലെങ്ത് 1.5 മീറ്റർ. അടുത്തൊരു സെക്ഷൻ 2 എന്നിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത് 0.5 മീറ്ററും പിന്നെ അടുത്തതിൻ്റെ 1 മീറ്ററും. അപ്പോൾ ഈ 0.5 മീറ്ററിൻ്റെ ആ ഒരു പ്രത്യേക ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് ഡയമീറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഈ സെക്ഷൻ്റെ ഡയമീറ്റർ ഡി, പിന്നെ അത് ഡി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെയും വരുമ്പോൾ അതേ ഡി തന്നെ ആയിരിക്കും. അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ടോട്ടൽ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. എത്ര ടോട്ടൽ എക്സ്റ്റൻഷൻ? 7.26 mm ആണ്. ഫൈൻഡ് ദി ഡയമീറ്റർ ഡി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ഓരോ സെക്ഷൻ്റെ എക്സ്റ്റൻഷൻ്റെ സം ആയിരിക്കും ടോട്ടൽ എക്സ്റ്റൻഷൻ അല്ലേ. ഇപ്പം നോക്കി 7.26 ഈക്വൽ ടു ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ സെക്ഷൻ 1 എന്നെടുത്തു. ഫസ്റ്റ് സെക്ഷൻ്റെ ഡെൽറ്റ എൽ എങ്ങനെയായിരിക്കും? ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ PL/AE. PL 200 കിലോ ന്യൂട്ടൺ, ലെങ്ത്ത് 1.5 മീറ്റർ. നമുക്ക് മില്ലിമീറ്ററിലേക്ക് എല്ലാം ഇതാ 1.5 മീറ്റർ. എത്ര മില്ലിമീറ്റർ? 150 മില്ലിമീറ്റർ അല്ലേ. 150 പിന്നെ ഇൻ 0 ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പൈ ഡി സ്ക്വയർ ബൈ 4. ഡയമീറ്റർ 200 മില്ലിമീറ്റർ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു യങ്സ് മോഡുലസ് 200 ഗൈഗാപാസ്കൽ. 200 ഗൈഗാപാസ്കൽ യൂണിറ്റ് കൺവേർഷൻ എപ്പോഴും പറയുന്നത് ഗൈഗ എന്ന് പറഞ്ഞാൽ 10⁹ പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. മീറ്റർ സ്ക്വയർ ആണ് മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ ബൈ 10⁶ ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആക്കും. അപ്പോൾ 2 ഇൻറ്റു 10⁻²00 10⁻³ നമുക്ക് 2 ഇൻറ്റു 10⁵ എന്ന് എഴുതാം. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 4.7 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി സെക്ഷൻ 2 എടുക്കാം അല്ലേ. സെക്ഷൻ 2 എടുക്കാം. സെക്ഷൻ 2 എടുത്ത് സെക്ഷൻ 2-ന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ സെക്ഷൻ 2 നോക്കേ 2 D ഉണ്ട്. അപ്പോൾ ഇത് ഏതാ ഒരു മറ്റേ ടേപ്പറിങ് സെക്ഷൻ്റെ ഇക്വേഷനാണ് ചേഞ്ച് ലെങ്തിനോട് കൊണ്ട് ഡെൽറ്റ L2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ടേപ്പറിങ് സെക്ഷൻ സർക്കുലർ ആണ്. ഡയമീറ്റർ ഉണ്ടെങ്കിൽ 2 ഡയമീറ്റർ ഉണ്ടെങ്കിൽ 4PL/E D1 D2. 4 ഇവിടുത്തെ പി അതേ തന്നെയാണ് 200 കിലോ ന്യൂട്ടൺ. ലെങ്ത് എത്ര? 0.5 മീറ്റർ. മില്ലിമീറ്ററിലേക്ക് ആക്കുക 500 അല്ലേ. മില്ലിമീറ്റർ ബൈ പൈ ഇ യങ്സ് മോഡുലസ് എത്രയാണോ 2 ഇൻറ്റു 10⁵ ഇൻറ്റു D1. ആദ്യത്തെ ഡയമീറ്ററിൻ്റെ തന്നിട്ടുണ്ടോ D1? പൈ ഈ ഡി തന്നിട്ടുണ്ടോ? ഒരെണ്ണം 20. ഇതിൻ്റെ അത് തന്നെ ആയിരിക്കില്ലേ ഈ സൈഡിലത്തെ ഡയമീറ്റർ. അപ്പോൾ 20 മില്ലിമീറ്റർ അല്ലേ. 20 200 മില്ലിമീറ്റർ. പിന്നെ D2 അറിയാവോ? D2 അറിയത്തില്ല. കാരണം എന്താ? D2 നമുക്കറിയത്തില്ല കാരണം അത് കോൺസ്റ്റൻ്റ്. അതാണ് ക്വസ്റ്റ്യൻ D2 കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് അതേപോലെ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മീറ്ററിൽ ഞാൻ പറയുവാണേ 31.85/D എന്നാണ് ഇതിൽ കിടക്കുന്നത്. ഈ സെക്ഷൻ 3 ഞാൻ എടുത്തു. സെക്ഷൻ 3 ഇതേപോലെ അതിൻ്റെ ചേഞ്ച് ലെങ്ത്ത് ഡിഫോർമേഷൻ ഓഫ് L3 ഡെൽറ്റ L3 എന്ന് പറഞ്ഞാൽ PL3/E3E ആണ്. ഇവിടെ ഫോഴ്സ് അതേപോലെ 200 10⁻³ L 1000 കാരണം 1 മീറ്റർ ആണ്. 1 മീറ്റർ 1000 മില്ലിമീറ്റർ പൈ ഡി സ്ക്വയർ. ആ ഡി നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കുക ബൈ 4 ഇൻറ്റു ഈ 2 ഇൻറ്റു 10⁵. ഇത്രയും നമ്മൾ എഴുതി. അപ്പോൾ ഡിഫോർമേഷൻ ഡെൽറ്റ L3 ആണ്. അപ്പോൾ ടോട്ടൽ ഡിഫോർമേഷൻ 7.26 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L1 4.78 മീറ്ററിലാണ്. ഞാൻ ഇപ്പോൾ 477.7 മില്ലിമീറ്റർ മീറ്ററിലേക്ക് ആക്കി. കാരണം ഇത് മീറ്ററിലായതുകൊണ്ട് ഞാൻ
മീറ്ററിൽ തന്നെ എഴുതാൻ നോക്കി. ലാസ്റ്റ് നമുക്ക് മില്ലിമീറ്ററിലേക്ക് ആക്കുന്നതായിരിക്കും എളുപ്പം. 31.85/d ഇല്ലേ, പ്ലസ് ഡെൽറ്റ 3 ചേഞ്ച് ഇൻ ലെങ്ത് തേർഡ് സെക്ഷൻ്റെ 1273.89/d² ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാം നമുക്ക്. കാരണം d² അല്ലയോ ഡിനോമിനേറ്റർ. അപ്പം ആ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 4.78d² പ്ലസ് 31.85d പ്ലസ് 1273.89 ഇത് 89/d². അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലായി 2.48d² മൈനസ് 31.85d മൈനസ് 1273.89 ഈസ് ഈക്വൽ ടു 0. d നമുക്ക് 30 മില്ലിമീറ്ററിന് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ കിട്ടും 30 മില്ലിമീറ്റർ. അപ്പോൾ ഇത് എളുപ്പമായിരുന്നു. ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്താൽ മതി. സെക്കൻഡ് സെക്ഷൻ ഏതായിരുന്നു? സർക്കുലാർ ടേപ്പറിങ് സെക്ഷൻ അല്ലേ. സെക്കൻഡ് സെക്ഷൻ ഇവിടെ സർക്കുലാർ ടേപ്പറിങ് സെക്ഷൻ്റെ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇത് എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ, കാരണം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചേഞ്ച് ലെങ്ത് ടോട്ടൽ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പം ഓരോ സെക്ഷൻ്റെ എക്സ്റ്റൻഷൻ്റെ സം ആയിരിക്കും ടോട്ടൽ എക്സ്റ്റൻഷൻ, അത്രയേ ഉള്ളൂ. Reinforced short concrete column 250 mm into 250 mm in section is reinforced with 8 steel bar. The area of steel bar is 1608.5 millimeters square. The column carries a load of 270 kilonewton. The modulus of elasticity for steel is 80 times that of concrete. Find the stress in concrete and steel. If the stress in concrete shall not exceed 4 Newton per millimeter square, find the area of steel required so that the column maximum support a load of 400 kilonewton. അപ്പം ഒരു റീഇൻഫോഴ്സ്ഡ് ഷോർട്ട് കോൺക്രീറ്റ്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ RCC ആണ്. അപ്പോൾ അതിൽ കോൺക്രീറ്റും കാണും സ്റ്റീൽ ബാറും കാണും. അപ്പം ഇവിടെ ഇപ്പം ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളത്തിൻ്റെ ടോട്ടൽ ഡയമെൻഷനാണ് 250. ടോട്ടൽ ഡയമെൻഷനാണ് 250 മില്ലിമീറ്റർ ഇൻറ്റു 250 ഇൻറ്റു 250 തന്നേക്കുന്ന ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് കോളമാണ്. ടോട്ടൽ ഏരിയ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ആ ഏരിയയിൽ കോൺക്രീറ്റ് കാണും സ്റ്റീൽ ബാറും കാണും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഏരിയ ഈ ക്വസ്റ്റ്യനിൽ റീഇൻഫോഴ്സ് സ്റ്റീൽ ബാറിൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ ബാർ പറഞ്ഞിട്ട്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോട്ടലായി 215 ഇൻറ്റു 250 മില്ലിമീറ്റർ സ്ക്വയർ മൈനസ് 1608.5 കാൽക്കുലേറ്റ് ചെയ്താൽ ഏരിയ ഓഫ് കോൺക്രീറ്റഡ് അത് 6089.1.5 മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് കോൺക്രീറ്റ്. ജസ്റ്റ് ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീലും കോൺക്രീറ്റും ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് എടുക്കാൻ ഏരിയ ഓഫ് സ്റ്റീൽ മൊത്തത്തിലുള്ള ഏരിയ ആണ് ഈ 8 സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഏരിയ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ടോട്ടൽ ഏരിയ മൈനസ് ദാറ്റ് ഏരിയ ഓഫ് സ്റ്റീലാണ് കോൺക്രീറ്റ്. ഇനി നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് modulus of elasticity of steel is 80 times that of concrete. കോൺക്രീറ്റിൻ്റെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 80 times that of concrete ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ സ്റ്റീൽ അപ്പം ഈ RCCയിലെ സ്റ്റീലെല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. അപ്പം നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞിട്ട് കോമ്പോസിറ്റ് ബാറിൻ്റെ പ്രോബ്ലത്തിൽ സെയിം ലെങ്ത് ആണെങ്കിൽ സ്ട്രെയിൻ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ ഏതാ ഇവിടെ കോൺക്രീറ്റ് അല്ലയോ, കോൺക്രീറ്റ് ആയിരിക്കും. അപ്പോൾ സ്ട്രെയിൻ ഇൻ സ്റ്റീൽ സിഗ്മ S/ES ആണ് അല്ലേ, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സിഗ്മ C/EC. ഇപ്പോൾ സിഗ്മ S എന്ന് പറഞ്ഞാൽ ES/EC ഇൻറ്റു സിഗ്മ C. ES/EC എന്ന് പറഞ്ഞാൽ 18 EC എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ES/EC എന്ന് പറഞ്ഞാൽ 18 സിഗ്മ C ആണ് സിഗ്മ S. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആൻസർ കിട്ടും. സിഗ്മ S എന്ന് പറഞ്ഞാൽ 18 സിഗ്മ C. പിന്നെ നമ്മൾ ഈ കോമ്പോസിറ്റ് ബാസിൽ ആദ്യം ഇങ്ങനെ ഒരു സിഗ്മ S സിഗ്മ C ടേംസ് കിട്ടി നമ്മൾ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യും. ടോട്ടൽ ലോഡ് ഇക്വേറ്റ് ചെയ്യും. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് ക്യാരീഡ് ബൈ സ്റ്റീൽ പ്ലസ് ലോഡ് ക്യാരീഡ് ബൈ കോൺക്രീറ്റ്. സ്റ്റീൽ പ്ലസ് ലോഡ് ക്യാരീഡ് ബൈ കോൺക്രീറ്റ് ആണ്, ക്യാരീഡ് ബൈ കോൺക്രീറ്റ് ഇല്ലേ. സ്റ്റീലും
കോൺക്രീറ്റും ക്യാരി ചെയ്യുന്ന ലോഡാണ്. അപ്പം ടോട്ടൽ ലോഡ് പി എന്ന് പറഞ്ഞാൽ P1 + P2. ലോഡ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു സിഗ്മ എ ആണ്. പി ഇസ് ഈക്വൽ ടു സിഗ്മ സ്റ്റീൽ എ സ്റ്റീൽ ഏരിയ ഓഫ് സ്റ്റീൽ പ്ലസ് സിഗ്മ സി എ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 18 സിഗ്മ സി ഏരിയ ഓഫ് സ്റ്റീൽ ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 108.5. അത് 18 സ്റ്റീലിൻ്റെ ഏരിയ ആണ്. സിഗ്മ സി ഇൻറ്റു ഏരിയ ഓഫ് കോൺക്രീറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 60,891.5 mm². അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇതിന് സിഗ്മ സി കോമൺ എടുക്കുക. ടോട്ടൽ ലോഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, 80 times that of concrete. Find stress in the concrete and steel if the stress in concrete steel shall not exceed 4 Newton per millimeter. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ടോട്ടൽ ലോഡ് 270 kN. ആദ്യത്തെ പാർട്ടാണ് അത്. 270 kN ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സിഗ്മ സിയും സിഗ്മ എസും കണ്ടുപിടിക്കുന്നത്. സിഗ്മ സി കോമൺ എടുത്ത 18 × 1608.5 പ്ലസ് 60,891.5. അപ്പോൾ സിഗ്മ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ സി ഇസ് ഈക്വൽ ടു 27. സിഗ്മ സി നമുക്ക് 3 Newton per mm² എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 18 × സിഗ്മ സി 3. അപ്പോൾ 18 × 3 എത്ര 54 Newton per mm² എന്ന് കിട്ടും. ഇതാണ് കേസ് 1. കാരണം 270 kN ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിഗ്മ എസും സിഗ്മ സ്ട്രെസ്സിൻ സ്റ്റീലും കോൺക്രീറ്റിലുള്ള സ്ട്രെസ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് 80 times. ഇനി ഫൈൻഡ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്, സ്ട്രെസ് ഇൻ സ്റ്റീൽ. അപ്പോൾ ഈ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇഫ് ദ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഷോൾ നോട്ട് എക്സീഡ് എത്ര 4 Newton per mm². അപ്പോൾ സ്ട്രെസ് സ്റ്റീലിൻ്റെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അപ്പോൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റുള്ള സ്ട്രെസ് ഷോൾ നോട്ട് എക്സീഡ് 4 Newton per mm². അപ്പോൾ കോൺക്രീറ്റുള്ള സ്ട്രെസ് 4 Newton per mm² എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 Newton per mm². കേസ് 2 ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? ടോട്ടൽ ലോഡ് ആ സെക്കൻഡ് പാർട്ടിൽ I find the area of steel and that of the column maximum support a load of 400 kN. Total load അപ്പോൾ 400 kN ആയിരിക്കും. ടോട്ടൽ പി എന്ന് ക്വസ്റ്റ്യനിൽ ബി പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അപ്പം സിഗ്മ സി 4 തന്നിട്ടുണ്ട്, ടോട്ടൽ ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി ഇസ് ഈക്വൽ ടു P1 + P2 ആണ്. പി 400 kN എന്ന് പറഞ്ഞാൽ സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എ സി ആണ്. അപ്പോൾ സിഗ്മ എസ് അപ്പോൾ എത്ര ആയിരിക്കും? സിഗ്മ സി 4 Newton per mm ആണെങ്കിൽ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 18 സിഗ്മ സി എന്ന് കഴിഞ്ഞ പാർട്ടി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 18 സിഗ്മ സി ആണ്. അപ്പോൾ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ 18 × 4 Newton. അപ്പോൾ സിഗ്മ എസ് കിട്ടി നമുക്ക് 72 Newton per mm². അപ്പോൾ സിഗ്മ സി 4 Newton ആകുമ്പോഴുള്ള സിഗ്മ എസ് ആണ് 72. അപ്പോൾ ടോട്ടൽ ലോഡ് 400 kN ഈസ് ഈക്വൽ ടു സിഗ്മ എസ് ആയ സിഗ്മ എസ് എ എസ് പ്ലസ് സിഗ്മ സി എസ്. സിഗ്മ എസ് 72 × ഏരിയ നമുക്ക് അറിയത്തില്ല, അതാണ് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് സിഗ്മ സി എത്ര ആയിരിക്കും? 4 × ഏരിയ ഓഫ് കോൺക്രീറ്റ് 4AC ആണ്. 4AC. അപ്പോൾ 72 AS പ്ലസ് 4 ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്ര ആയിരിക്കും? മുമ്പേ ഉള്ള മൊത്തത്തിലുള്ള ഏരിയ തന്നിട്ടുണ്ട് 25 മറ്റേ മൊത്തത്തിലുള്ള ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ്? 250 × 250. അത് മൈനസ് ഏരിയ ഓഫ് ഇപ്പോഴത്തുള്ള സ്റ്റീൽ അല്ലേ, ഏരിയ ഓഫ് സ്റ്റീലായിരിക്കും ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 400 × 10⁻³ പിന്നെ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഏരിയ ഓഫ് സ്റ്റീൽ എത്രയായിട്ട് കിട്ടും? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ വാല്യൂ കിട്ടും. ഏരിയ ഓഫ് സ്റ്റീൽ 60,294.118 mm² ആയിരിക്കും.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു റിജിഡ് ബാർ ACDB is hinged at A and supported in a horizontal portion by two identical steel wires. A vertical load of 30 kilonewton is applied at the position B. Find the tensile force T1 T2 in the wire by vertical load. അപ്പം ആദ്യം ഈ ഒരു ABCD എന്ന് പറഞ്ഞ ഈ ബാറിൽ എയിൽ ഹിഞ്ച്ഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഡിയിൽ ഒരു 30 kilonewton താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വരയ്ക്കാം. ACDB ഹിഞ്ച്ഡ് അറ്റ് എ ആണ്. അപ്പോൾ 30 kilonewton ഇതിനിവിടെ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് താഴോട്ട് വരും. അപ്പോൾ ആ ഒരു പൊസിഷനാണ് C', D' എത്രത്തോളം അതിങ്ങനെ പോകുന്നു എന്ന് അറിയിക്കാൻ. ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നു, Δ1 Δ2 അങ്ങനെ 2 ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി. അപ്പം നമുക്ക് ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു റിജിഡ് ബാറാണ്, ഹിഞ്ച്ഡ് അറ്റ് എ in a horizontal portion by two identical steel wires. അപ്പോൾ ഐഡൻറ്റിക്കൽ സ്റ്റീൽ വയർസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ സെയിം ആയിരിക്കും, ലെങ്ത് സെയിം ആയിരിക്കും, യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. ഐഡൻറ്റിക്കൽ സ്റ്റീൽ വയേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അപ്പോൾ A1 = E2, E1 = E2, L1 = L2 ആണ്. പിന്നെ ഈ ഫിഗർ ഫസ്റ്റ് ഫിഗറിൽ ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ ലോഡ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ മാറുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു 2 സിമിലർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. C ഒരു ട്രയാങ്കിളും AD അടുത്തൊരു ട്രയാങ്കിളും. അപ്പോൾ സിമിലർ ട്രയാങ്കിൾ വെച്ച് ഈ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് Δ1 എന്ന് പറഞ്ഞാൽ Δ1 ബൈ Δ2 എന്ന് പറഞ്ഞാൽ Δ1 AC ആണ്. ആ കറസ്പോണ്ടിങ് സൈഡ് ആ ട്രയാങ്കിളിൻ്റെ സൈഡ് എടുത്തു, നമ്മൾ AC എടുത്തു ബൈ. അപ്പം മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതായിരിക്കും? AD ആയിരിക്കും. അപ്പോൾ AC 1 എന്നറിയാം, ഇവിടെ 1 ആണ് ഇതിൻ്റെ എല്ലാത്തിനും ഡിസ്റ്റൻസ്. അപ്പോൾ AD വരെ എത്രയായി? AC വരെ 1, AD വരെ അപ്പോൾ 2 ആയിരിക്കും, 1/2. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് Δ2 എന്ന് പറഞ്ഞാൽ 2Δ1 ആണെന്ന് ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പം ആദ്യം ഇതൊരു ബിഫോർ ഫിഗറാണ്, പിന്നെ നമ്മൾ ആ ലോഡ് അപ്ലൈ ചെയ്ത ശേഷമുള്ള ഫിഗറാണിത്. അപ്പോൾ Δ1 ബൈ Δ2 = AC/AD സിമിലർ ട്രയാങ്കിൾ ആയിട്ട് എടുത്തു. Δ2 = 2Δ1 എന്ന് കിട്ടി. ഇനി Δ2 എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്താ അല്ലേ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഡെൽറ്റ കണ്ടുപിടിക്കാൻ എന്തോ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുമായിരുന്നു? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു അല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത് = സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ Δl/L. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ Δl/L. അപ്പോൾ ഈ ബൈ L ഇങ്ങോട്ട് പോകും. അപ്പോൾ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിരിക്കുമല്ലോ. ടെൻഷൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, പിന്നെ ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത്. ഇങ്ങനെ ആയിരിക്കുമല്ലോ കിടക്കുന്ന ടോട്ടൽ ലെങ്ത്. ഇനി അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിന് എഴുതുന്നുണ്ടോ. അപ്പോൾ Δ2 എങ്ങനെ എഴുതാം? Δ2 എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ചേഞ്ച് ലെങ്ത്. അപ്പോൾ അവിടെ ആ ഒരു ട്രയാങ്കിളിൽ ടെൻഷൻ T2 ആണ്. അപ്പോൾ ടെൻഷൻ T2 ബൈ ഏരിയ ഒക്കെ സെയിം ആണ്. ഇൻറ്റു ടോട്ടൽ ലെങ്ത്തും സെയിം ആണ്. ഐഡൻറ്റിക്കൽ സ്റ്റീൽ വയേഴ്സ് = 2 ഇൻറ്റു Δ1. ആ 1ൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ T1 ആണ്. 1ൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ T1 ആണ്. അപ്പോൾ T1 ഇൻറ്റു ലെങ്ത് സെയിം ആണ്, ഏരിയ സെയിം ആണ്, യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്യാൻസലായി പോകും. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 2T1 നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. T2 = 2T1 ആണ്. T2 2T1 ആണ്. ഇനി നമുക്ക് മൊമെൻറ്റ് ഈ T1 T2 ടേംസിൽ കിട്ടി. ഇനി നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ? മൊമെൻറ്റ് അപ്പോൾ ഹിഞ്ച്ഡ് അറ്റ് എ ആണ്. അപ്പോൾ ഇവിടത്തുള്ള ആ ഒരു മൊമെൻറ്റ് നമുക്ക് എടുക്കാം, എയിലുള്ള മൊമെൻറ്റ്. അപ്പോൾ T1 ഫോഴ്സ് കാരണം എയിലുണ്ടാകുന്ന മൊമെൻറ്റ് ഏതാ? T1. ഞാൻ നോക്കേ, ഇങ്ങോട്ട് നോക്കേ, ഇവിടെ ഒരു ബാറാ അല്ലേ? T1 മുകളിലോട്ടാണ്. അപ്പോൾ T1 മുകളിലോട്ടാണെങ്കിൽ ഇത് ഏത് മൊമെൻ്റ് ആയിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. T2 മുകളിലോട്ടാണ്, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും അല്ലേ? ആ ഒരു ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ മൊമെൻറ്റ്. അപ്പം ആ ഒരു മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, കാരണം ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 30 kN ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് താഴോട്ടാണ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ?
അപ്പോൾ ആ മൊമെൻറ്റ് ഓർത്തിരിക്കണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പം 30 എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് അതിന് പോസിറ്റീവും ഈ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവ്. ഇതൊക്കെ അറിയാമല്ലോ. താഴോട്ടുള്ള മൊമെൻ്റ് ആകുമ്പം ആ ഒരു പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് താഴെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 30 kN ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇവിടെ നോക്കിയേ, ഇവിടെയാണ് ബിയിലാണ് 30 ആക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് 1 2 3 മീറ്റർ ആണ്. അപ്പോൾ 3 എടുത്തു, 3 മീറ്റർ ആയിരുന്നു. അപ്പം 3 എടുത്തു. അത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. പ്ലസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയ T1. അപ്പോൾ മൈനസ് T1 ഇൻറ്റു T1 എത്ര? T1 ആ ഡിസ്റ്റൻസ് A to C 1 മീറ്റർ ആണ്. T1 1 ഇട്ടു. മൈനസ് T2 ഇൻറ്റു 2 ഈക്വൽ ടു 0. ഇതാണ് മൊമെൻറ്റ് അറ്റ് എ എടുക്കും. മൊമെൻറ്റ് അറ്റ് എ ആണ് എടുത്തത് അല്ലേ? മൊമെൻറ്റ് അറ്റ് എയിൽ മൊമെൻറ്റ് 0 ആയിട്ട് പോകും അല്ലേ? എ ഹെഞ്ചഡ് ആണ്. അപ്പം അവിടുത്തെ മൊമെൻറ്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അവിടുത്തെയാണ് നമുക്ക് വേണ്ടുള്ളത്, എയിലെ മൊമെൻറ്റ് വേണ്ടുള്ളൂ. അപ്പോൾ അവിടെ 0. ബാക്കി T1ൻ്റെയും T2ൻ്റെയും ഈ 30 kN എഫക്റ്റ് ബാക്കി നോക്കുക. അപ്പം T1 അപ്പം ഈ T1 മൈനസ് ആയതിൻ്റെ എല്ലാം ഒരു സൈഡിലേക്ക് എഴുതാം. പ്ലസ് 2 T2 ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 10⁻³ ഇൻറ്റു 3. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 2 T1 ആണ് നമുക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 T1 ആണ് T2. അപ്പോൾ വീണ്ടും 2 ആകുമ്പോൾ 4 T1 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 10⁻³ ഇൻറ്റു 3. ദറ്റ് ഈസ് 5 T1 ആണ് 30 ഇൻറ്റു അല്ലേ 10⁻³ 3 9 90 ഇൻറ്റു 10⁻³. അപ്പോൾ T1ൻ്റെ വാല്യൂ 18 kN, 90/5 80 kN എന്ന് കിട്ടും. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ 2 T1 ആയതുകൊണ്ട് 2 ഇൻറ്റു 80 kN, ദറ്റ് ഈസ് 36 kN T2 എന്നും കിട്ടും. അപ്പോൾ സ്ട്രെസ് ഇൻ ദ വയർ ക്വസ്റ്റ്യനിൽ നമുക്ക് അവർ T1 T2 ആണ് കണ്ടുപിടിക്കുന്നത്. ഫൈൻ ടെൻസൈൽ ഫോഴ്സ് T1 T2 ഇൻ ദ വയേഴ്സ് ബൈ വെർട്ടിക്കൽ ലോഡ്. അപ്പം T1 T2 ഇനി സ്ട്രെസ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സ്ട്രെസ് ഇൻ വയർ കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ സ്ട്രെസ് ഇൻ വയർ ഈ വയർ C എന്ന് പറഞ്ഞ വയറിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാൻ അല്ലേ, അത് വേണമെങ്കിൽ കണ്ടുപിടിച്ച് തരാം. സ്ട്രെസ് ഇൻ വയർ EC, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ T1 ആണ് അടുത്ത ഫോഴ്സ്, 80 kN ആണ്. ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ A1 ആയിരിക്കും. നമുക്ക് ഏരിയ ഡയമീറ്റർ തരാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് ജസ്റ്റ് പറഞ്ഞാൽ. സ്ട്രെസ് ഇൻ വയർ FD എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് അവിടുത്തെ ഫോഴ്സ് T2 ആണ്. T2 നമുക്ക് 36 kN ബൈ ഏരിയ A2. ഇതാണ് സ്ട്രെസ് ആകുമ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ, ഇവിടെ kN/mm², ഇവിടെ kN/mm². അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിഞ്ച്ഡ് ആണ് എയിൽ. അപ്പം ആദ്യം നമ്മൾ ഡിഫ്ലക്ഷൻ Δ1 Δ2 സിമിലർ ട്രയാങ്കിൾസ് വെച്ച് എഴുതി. T1 ഇൻ ടേംസ് ഓഫ് T2യിലേക്ക് നമ്മൾ എഴുതി. പിന്നെ നമ്മൾ മൊമെൻ്റ് അറ്റ് എ കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ. മൊമെൻറ്റ് ക്ലോക്ക് വൈസ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും രണ്ട് ടെൻഷനും കണ്ടുപിടിക്കുമ്പം ഇത് സോൾവ് ആവും.